സംവാദം കഴിഞ്ഞപ്പോൾ CK ജാസിറിനെ പോലെയുള്ള കുറേ സുഹൃത്തുക്കൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സജീവമായിട്ട് ഇവിടെ ഇപ്പോൾ ജാസിർ കസേര കൊണ്ടെടുത്തു, നമുക്ക് എല്ലാ പരിപാടി ചെയ്തിരുന്നു. ജാസിർ മുജാഹിദൊന്നും ആയിരുന്നില്ല. സംവാദം കഴിഞ്ഞപ്പോൾ അവന് ബോധ്യപ്പെട്ടു. അതുപോലെ ആളുകൾ വരുന്നുണ്ട്. പക്ഷെ ഇവർ കൊട്ടിഘോഷിക്കുന്നത് ഇവിടെ അടുത്ത പ്രദേശത്ത് മണിമല എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ജാഫർ മാഷ് മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് സുന്നിപ്പോയി സംവാദം കഴിഞ്ഞേരം. കളവ് പറയുന്നതിനൊക്കെ ഒരു 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 അതിരെല്ലാം ഈ മതരംഗത്തെങ്കിലും പാലിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ജാഫർ മാഷെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അദ്ദേഹത്തിന് കേരള നേതൃത്വ മുജാഹിദിന് പറ്റി യാതൊരു ബന്ധമില്ല. നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിക്കുകയും അത്യാവശ്യം നമ്മുടെ പള്ളികളിൽ പകരക്കാരനായിട്ട് ഖുതുബ പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതും KNM-ൽ നിന്ന് പിളർന്നു പോയ ഒരു ഗ്രൂപ്പിന്റെ ആളായിട്ടാണ് അദ്ദേഹം 1-2 സ്ഥലങ്ങളിൽ ഖുതുബ നടത്തിയെന്ന് പറയുന്നു. അദ്ദേഹം ഞാൻ ഈ പ്രദേശത്ത് വന്ന് മാറി താമസിച്ച് നമ്മൾ ഈ ദേവാപ്രവർത്തനം തുടങ്ങിയ കാലത്ത് തന്നെ മണിമലയിലെ ജാഫർ മാഷ് പിന്നെ മുജാഹിദിൽ നിന്ന് സുന്നിയിലേക്ക് വന്നിട്ടുണ്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് അങ്ങനെ സാധാരണ താഴെ നിന്ന് മുകളിലോട്ട് പോകാൻ സാധ്യതയില്ലല്ലോ, തെങ്ങുമ്പോൾ നിങ്ങൾ താഴോട്ട് പോകാന്നല്ലാണ്ട് ഭൂമിയിൽ നിന്ന് തെങ്ങുമലയൊക്കെ പോവാ എന്ന് പറഞ്ഞ് അവഗണിച്ചൊരു അതായിപ്പോൾ ഈ സംവാദത്തിൽ വീണ്ടും അവരെടുത്തിട്ടത്. ഇതുമായിട്ട് എന്ത് ബന്ധമാണ്? 2-3 കൊല്ലം മുമ്പ് ഇങ്ങനെ പിന്നെ അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ നമ്മളങ്ങനെ ഒരു പുസ്തകത്തിന്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ. വിശുദ്ധ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു കാര്യം ബോധ്യപ്പെട്ട ഒരാളിതിൽ വന്നാൽ അയാൾക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോവാം. അല്ലാതെ ഇന്ന ആളുകളൊക്കെ ഇതിൽ മുജാഹിദിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ അതിന്റെ വളണ്ടിയർമാരാണ്, അങ്ങനെയുള്ള സംഘടനാ സെറ്റപ്പ് നമുക്കില്ലല്ലോ. അപ്പോൾ തൗഹീദ് മനസ്സിലാക്കി ഉൾക്കൊണ്ട ആളുകൾക്ക് ഇതിൽ പോകാം. തൗഹീദിന്റെ അപജയം വരുന്നവർക്ക് ഇന്ന് തിരിച്ചും പോകാം. മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് തന്നെ ഒരുപാട് കറകളഞ്ഞ മുജാഹിദുകൾ പോയിട്ടില്ലേ? സക്കരിയ സലാഹിയെ പോലെയുള്ള ആളുകളൊക്കെ ഈ കാരണം വന്നിപ്പോൾ പോയിട്ടുണ്ടല്ലോ. ഒരു കാലത്ത് മുജാഹിദുകൾക്ക് വേണ്ടി സംവാദം നടത്തിയ ആളുകളല്ലേ. അതൊന്നല്ല നമ്മുടെ വിഷയം. അടിസ്ഥാനപരമായി ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് ഇതിൽ വരുന്ന ആളുകൾ എപ്പോൾ അതിലുണ്ടാവും, എല്ലാത്തിലും പോവും. അത് ബനൂ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമ്മൾ കേട്ടതല്ലേ. മൂസാ നബിയിൽ വിശ്വസിച്ച് എല്ലാം കണ്ട് ഫിറോവിന്റെ എല്ലാ അക്രമത്തെയും നിഷേധിച്ചുകൊണ്ട് കയ്യും കാലും വെട്ടെന്ന് പറഞ്ഞിട്ട് അതെല്ലാം മനസ്സിലാക്കാതെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് വിശ്വസിച്ച ഉടനെ തന്നെ അവർ പശുക്കുട്ടീനെ ഉണ്ടാക്കിയിട്ടില്ലേ. ഒരുപാട് ആളുകൾ അങ്ങനെ ഈ ഒരു തൗഹീദിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അതൊന്നൊരു വിഷയമൊന്നുമല്ലല്ലോ. അടിസ്ഥാനപരമായി പറഞ്ഞ വിഷയം എന്ത്, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇന്നിവിടെ നടക്കുന്നത് ഈ വിഷയത്തിന്റെ ഒരു അപഗ്രഥനം. അടിസ്ഥാനപരമായി എന്താണ് നമ്മൾ പറയുന്നത്? നമ്മളാരെയും മുസ്ലിക്കാക്കുന്നില്ല. ഇവർ ഏറ്റവും കൂടുതൽ ഇപ്പൊ അടുത്തിറക്കിയ നോട്ടീസ് റഹ്മാനിന്റെ കയ്യിൽ അത് കൊടുത്തിട്ടുണ്ട്, ഇവിടെ വായിക്കും. അതിലും പറയും നമ്മൾ മുസ്ലിക്കാക്കി, നമ്മളാരെയും മുസ്ലിക്കാക്കുന്നില്ല. നമ്മൾ പറയുന്നത് മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് ഖുർആൻ തന്നെ പറഞ്ഞതാണ് പല ആളുകളും ശിർക്ക് വെച്ചുകൊണ്ടാണ് വിശ്വസിക്കുന്നത് എന്ന് സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആവളയിലെ ഈ വിദൂരത്തു നിന്നൊക്കെ ഈ പ്രസംഗം കേൾക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ ദൂരത്തു നിന്ന് കേൾക്കേണ്ട ആളുകളൊന്നല്ല. ഈ പ്രസംഗം കേട്ടത് കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾ മുജാഹിദാകും എന്നൊന്നും ആർക്കും വിശ്വാസമില്ല. ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായി ഇത്തരം വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ സദസ്സ്. അതുകൊണ്ട് ഒരു വൈജ്ഞാനിക സദസ്സായിട്ട് എല്ലാവരും കാണണം. ഇതൊരു വെല്ലുവിളിയുടെയോ അല്ലെങ്കിൽ മറ്റൊരു പകരം വീട്ടലിൻ്റെയോ സംവാദത്തിൽ തോറ്റുപോയ ആൾക്കാരുടെ മേലിൽ അതിജയിക്കാനുള്ള ഒരു സ്വീകരണത്തിന്റെ ഒരു സദസ്സൊന്നും ഇതല്ല. നമുക്ക് അങ്ങനത്തെ ഒരു പരിപാടിയില്ല, അങ്ങനത്തെ ഒരു ഫോർമാലിറ്റി നമുക്കില്ല. എന്ത് സ്വീകരണം? ഇത് പിന്നെ രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടി ഒന്നല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വിഷയങ്ങൾ പഠിക്കണം. എന്താണ് അവിടെ അവർ ഉദ്ധരിച്ച ആയത്ത്? യൂസുഫ് നബിയുമായി ബന്ധപ്പെട്ട ആയത്തേത്? മറിയം ബീവിയെ കുറിച്ച് ഓതിയ ആയത്തേത്? അതുപോലെ തന്നെ സുലൈമാൻ നബിയുമായി ബന്ധപ്പെട്ട് ഓതിയ ആയത്തേത്? ആ ആയത്തിന്റെ ശരിക്കുള്ള തഫ്സീർ എന്ത്? അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം എന്ത്? ഇതൊക്കെ നമ്മൾ പഠിക്കണം. കാരണം ഈ ആയത്തെല്ലാം ഈ വിഷയത്തിൽ നമ്മൾ പുതുതായിട്ട് കേട്ടതാണ്. പുതുതായിട്ട് നമ്മൾ ചർച്ച ചെയ്യണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഈ വേദി. ഞാൻ അധികം തീർപ്പിക്കുന്നില്ല.